അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബൺദോശയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് 1.5 കപ്പ് റവയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3/4 കപ്പ് പുളിയില്ലാത്ത തൈര് ഇവിടെ എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ സ്പൂണിനൊന്ന് അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് പൊട്ടുകടല, ഉഴുന്ന്, ജീരകം എല്ലാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കതെടുത്തിട്ട് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ചെറിയ പാനാണ് ഇപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പാലപ്പം ചുടുന്ന പാനിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 സ്പൂൺ മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ കുക്കായി വരണം. ഇതേപോലെ ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൊമാറ്റോ ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് ചട്നിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.